വി എസിൻ്റെ വിയോഗശേഷവും ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് വിവാദം CPMന് തലവേദനയാവുകയാണ്. മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട് മുരളിയുടെ തുറന്നുപറച്ചിലിന് പിറകെ സുരേഷ് കുറുപ്പും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുകയായിരുന്നു. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ വി എസിൻ്റെ ഇറങ്ങിപ്പോക്കിന് കാരണം ഒരു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് നൽകണം എന്നാവശ്യപ്പെട്ടതാണ് എന്നാണ് പുറത്തുവരുന്ന കാര്യം. ഈ വിവാദം കത്തിക്കയറിയതോടെ ആരോപണം നീളുന്നത് തനിക്ക് നേരെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചിന്താ ജെറോം പ്രതികരണവുമായി രംഗത്തെത്തി. ആലപ്പുഴ സമ്മേളനത്തിൽ ക്യാപിറ്റൽ പനിഷ്മെൻ്റ് എന്ന വാക്ക് ഉയർന്നിട്ടേയില്ല എന്നാണ് ചിന്താ ജെറോം പറഞ്ഞത്. മാത്രമല്ല, ഈ ക്യാപിറ്റൽ പനിഷ്മെൻ്റ് എന്ന വാക്ക് തന്നെ മാധ്യമ സൃഷ്ടിയാണ് എന്നും ചിന്താ ജെറോമും മറ്റു പല നേതാക്കളും സമർത്ഥിക്കാൻ ശ്രമിക്കുകയുണ്ടായി. എന്തായാലും വി എസിൻ്റെ മരണശേഷവും ക്യാപിറ്റൽ പനിഷ്മെൻ്റ് വിവാദം കത്തിക്കയറുകയാണ്. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? നമ്മൾ പരിശോധിക്കുകയാണ്. ദാവൂദ് സാഹിബ്, ഇപ്പോൾ വി എസിൻ്റെ മരണശേഷം ഈ ഒരു ആരോപണത്തിന് വീണ്ടും ചൂടുപിടിക്കാനുണ്ടായ പശ്ചാത്തലം എന്തായിരിക്കും? അല്ല, ഞാനിത് നമ്മൾ വി എസിനെ കുറിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്ന ഔട്ട് ഓഫ് ഫോക്കസിലെ മൂന്നാമത്തെ ചർച്ചയിൽ ഞാനന്ന് പറഞ്ഞിരുന്നു. വി എസിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ വി എസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം മരണപ്പെട്ട ദിവസമാണ് മനോരമയിൽ തൊട്ടടുത്ത ദിവസമാണ് മനോരമയിൽ പിരപ്പൻകോട് മുരളി ഒരു ലേഖനം എഴുതുന്നത്. അതിലിപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതിലുള്ള പേരും പറയുന്നുണ്ട്. M. സ്വരാജാണ് അങ്ങനെ തിരുവനന്തപുരം സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അങ്ങനെ പ്രസംഗിച്ചു മാത്രമല്ല, സ്വരാജ് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ അത് കേട്ട് ആസ്വദിക്കുകയായിരുന്നു എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും MLA ഒക്കെ ആയിരുന്ന ആൾ തുറന്നു എഴുതുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പ്, ദീർഘകാല MLA ആയിരുന്നു, പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു, SFIയുടെ നേതാവൊക്കെ ആയിരുന്ന ആൾ എഗൻ എഴുതുന്നു. ആലപ്പുഴ സമ്മേളനത്തിലും ഇങ്ങനെ പരാമർശമുണ്ടായി. ഒരു പെൺകുട്ടിയാണത് പറഞ്ഞതെന്ന് കൂടി പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് JP പറഞ്ഞ ഈ ചിന്താ ജെറോമിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലോ, ഈ വി എസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് വി എസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ എങ്ങനെയാണ് ആ പ്രതിഭാസം ഡിഫൈൻ ചെയ്യപ്പെട്ടത്? ഇത് ഉൾപാർട്ടി സമരത്തിൻ്റെ അല്ലെങ്കിൽ വിഭാഗീയതയെന്നോ അല്ലെങ്കിൽ ഉൾപാർട്ടി സമരമെന്നോ പറയാവുന്ന ആ ഒരു പ്രവണതയുടെ ഭാഗമായിട്ടാണ് ആ പ്രതിഭാസം ഫോം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ വി എസിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ആകട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതാകട്ടെ, ഇതെല്ലാം അത് എന്തുമായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്? പാർട്ടിക്കകത്ത് നടന്നിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമരത്തിൻ്റെ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ലേറ്റർ വി എസ് എന്ന് പറയുന്നത്. വി എസ് എന്ന് പറയുന്ന CPM നേതാവ് അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. വി എസ് അടക്കമുള്ള ആളുകൾ പാർട്ടിക്കകത്ത് നടത്തിയ സമരം, അതാണല്ലോ 64 ഇറങ്ങിപ്പോകലും CPMൻ്റെ രൂപീകരണവും. പിന്നെ ഈ ലേറ്റർ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിന് ശേഷമുള്ളൊരു ഘട്ടത്തിൽ പാർട്ടി എങ്ങനെ പോകണമെന്നതിനെ കുറിച്ചിട്ടുള്ള ആശയപരമായിട്ടുള്ള പല അവ്യക്തതകൾ ലോകത്തെല്ലാ സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. ആ അവ്യക്തതകൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ആ അവ്യക്തതകൾ അതുണ്ടാക്കിയ ആശയ സംഘർഷങ്ങൾ, ആശയ സമരങ്ങൾ നമ്മളെപ്പോഴും കാണേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ ആശയ സംഘർഷങ്ങൾ മാത്രമായിട്ടൊരു സംഘടനക്കകത്തുണ്ടാവില്ല. ആശയ സംഘർഷങ്ങളോടൊപ്പം പലതരത്തിലുള്ള അധികാര തർക്കങ്ങളുണ്ടാവും. അധികാര തർക്കങ്ങൾ ആശയ സമരത്തെ തീവ്രമാക്കും, ആശയ സംഘർഷങ്ങൾ അധികാര തർക്കത്തെയും തീവ്രമാക്കും. ഇത് പരസ്പരം പരസ്പരം റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എലമെൻറ്റുകളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് പിണറായി വിജയൻ വേഴ്സസ് വി എസ്, പിണറായി ബാഡ് ഗൈ, വി എസ് ഗുഡ് ഗൈ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി രൂപപ്പെടുന്നു. അതിങ്ങനെ പോകുന്നു. ആ കാലത്ത് എന്തെല്ലാം നടന്നു നമുക്കറിയാവുന്നല്ലോ. ബക്കറ്റും വെള്ളവും നമുക്കറിയാം. പരസ്യമായിട്ട് വി എസ് അച്യുതാനന്ദനെതിരെ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. വി എസ് അങ്ങനെ ചെയ്യരുതായിരുന്നു. വി എസ് എന്താണ് പാർട്ടി ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന മട്ടിലൊക്കെയുള്ള പ്രസ്താവനകൾ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞാണ്. അന്നത്തെ ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായും അന്ന് ജേർണലിസത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആൾ, റോയൽ ബീറ്റ് എന്ന് പറയുന്നത് CPM ബീറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ പറയുന്ന CPMലെ ഉൾപാർട്ടി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ, പുതിയ വിവരണങ്ങൾ, കത്തുകൾ, സെൻട്രൽ കമ്മിറ്റിക്ക് അങ്ങോട്ടയച്ച കത്ത്, ഇങ്ങോട്ടയച്ച കത്ത്, അതിലെ വാചകങ്ങൾ, അങ്ങനെ മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള പദം വരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ, ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടുന്ന ജേർണലിസ്റ്റുകൾ, ഒരു കാലം അങ്ങനെയായിരുന്നു, ഓർക്കണം. അപ്പോൾ ആ കാലത്ത് എന്തെല്ലാം നടന്നേ, അതേക്കുറിച്ചിട്ടുള്ള പലതരം വെളിപ്പെടുത്തലുകൾ ഇനിയും വരും. ഇത് കേരളത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇതിപ്പം വീണ്ടും ഇതാണെന്ന് വെച്ചാൽ വി എസിൻ്റെ മരണം സംഭവിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ
ശവസംസ്കാര ചടങ്ങ് നടക്കുന്നു. അതിനിടയിലുള്ള ദിവസങ്ങൾ കേരളത്തിലെ സൈബർ സ്പേസിൽ ഇപ്പോഴത്തെ CPM-ൻ്റെ ഈ ഔദ്യോഗിക പടയാളികൾ അവർ VS-നെ മുൻനിർത്തി നടത്തിയുള്ള ഒരു ആക്രമണമുണ്ട്. എന്താണ് VS-നെ മുൻനിർത്തി ഭയങ്കരമായിട്ടുള്ള മുസ്ലിം വർഗീയവാദികൾക്കെതിരെ എന്നുള്ള മട്ടിൽ എന്ന വ്യാജേന ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. അതിലൂടെ അവർ VS-നെ അങ്ങേറ്റെടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇവർ VS-നെതിരെ VS ജീവിച്ചിരുന്ന കാലത്ത് VS-നെതിരെ ചെയ്യാവുന്നത് പരമാവധി ചെയ്ത ആളുകളാണ് അവിടെയുണ്ട്. എന്ന് മാത്രമല്ല VS-ൻ്റെ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധമെന്ന് വിമർശിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അതിനെതിരെ പ്രത്യേകിച്ചൊന്നും പറയാത്തവരുമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത് വെച്ചിട്ട് വലിയ തോതിലൊരു ക്യാമ്പയിൻ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ VS-നെ കുറിച്ചിട്ടുള്ള ഈ നിലക്കുള്ള ക്രിട്ടിക്കൽ അനാലിസിസ് ധാരാളമായിട്ട് വന്നു. VS എന്തൊക്കെയായിരുന്നു, മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തായിരുന്നു, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ അഹമ്മദിൻ്റെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തായിരുന്നു, അതൊക്കെ ഇപ്പുറത്തൊന്നും പുറത്തെടുത്തിട്ടു. അത് വലിയൊരു സൈബർ കാലുഷ്യം ആ ദിവസങ്ങളുണ്ടായി. അപ്പോൾ ഞങ്ങളാണ് VS-ൻ്റെ അനന്തരാവകാശികൾ എന്ന മട്ടിൽ ഒരു സ്വയം ഏറ്റെടുക്കൽ ഈ പറയുന്ന CPM-ൻ്റെ ഔദ്യോഗിക പക്ഷത്തിലുള്ള അതിൻ്റെ പ്രചാരകരുടെ ഭാഗത്തുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരുന്നില്ല കഥകൾ. നോക്കൂ, മുൻകഴിഞ്ഞു പോയ കാലം അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെല്ലാമാണ് അങ്ങേരോട് ചെയ്തത് എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഇപ്പുറത്തുനിന്ന് സ്വാഭാവികമായും ചൂണ്ടിക്കാട്ടും. അപ്പോൾ അത് പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന പെരപ്പൻകോട് മുരളി, അതേമാതിരി സുരേഷ് കുറുപ്പ്, ഇന്ന് അങ്ങനത്തെ ആളുകൾ അതേക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുമ്പോൾ അതിന് നേരത്തെ ലഭിച്ചതുപോലെയുള്ളൊരു വാർത്താമൂല്യം ലഭിക്കും. അതാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും ആ ഒരു ചർച്ച ഇനിയും കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. VS-ൻ്റെ ലെഗസിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് ഇപ്പോഴത്തെ CPM നേതൃത്വത്തിന് ലഭിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പ്രത്യേകിച്ച് VS-ൻ്റെ മരണശേഷം നമ്മൾ ആ മരണത്തിന് ശേഷം അദ്ദേഹത്തെ എങ്ങനെയാണ് മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചതെന്ന് കണ്ടതാണ്. ഈ വിഷയം ഇപ്പോൾ ഉയരുന്നത് ആർക്കെതിരെയുള്ള പടയൊരുക്കമായിരിക്കും? ഇത് VS അച്യുതാനന്ദൻ മരിച്ചു പോകുമ്പോൾ അദ്ദേഹം എന്തായിരുന്നു കേരളത്തിന് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു. ഒപ്പം അദ്ദേഹം ഒരു മഹാൻ എന്ന പദവിയിലേക്കൊക്കെ ഉയർന്നത് എങ്ങനെയാണ്, അത് ആരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് എന്ന ചർച്ച സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വലിയൊരു ഹ്യൂജ് പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം പാർട്ടിക്കകത്ത് നടത്തുന്ന ഒരു ഫൈറ്റിൻ്റെ ഭാഗമായി കൂടി സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് പാർട്ടി ഉണ്ടാക്കിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ളപ്പോഴും അദ്ദേഹം ഒരു വലിയ പോപ്പുലർ സ്റ്റാർ ആവുന്നതിന് പിന്നിൽ എന്താണ് ഈ പറയുന്ന ആഭ്യന്തര ശൈഥില്യങ്ങളുടെ യുദ്ധത്തിൻ്റെ ശാക്തികചേരി യുദ്ധങ്ങളുടെ ഒരു എലമെൻ്റ് അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ സ്വാഭാവികമായിട്ടും VS-മായി ബന്ധപ്പെട്ട ഇത്തരം സംഗതികളെല്ലാം പുറത്തു വരുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ അന്ന് പറയാൻ മടിച്ച പല ആളുകളും ഇന്നിപ്പോൾ പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്ന് വിചാരിക്കുന്ന ഭയപ്പാടില്ലാത്ത മനുഷ്യർ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണെന്നാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കേൾക്കുമ്പോൾ എല്ലാവർക്കും പല സംശയം തോന്നാം. ഒന്ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വെച്ചാൽ നമ്മുടെ നിയമ സംവിധാനം വെച്ചാണെങ്കിൽ ഒരാളെ തൂക്കുകയറോ അല്ലെ വധശിക്ഷയാണ്. പാർട്ടിക്ക് ഭരണമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ചൈനയിലൊക്കെയാണെങ്കിൽ അത് വധശിക്ഷ തന്നെയാണ്, അല്ലാതെ ഈ സെൻഷറിങ് അല്ലെങ്കിൽ പാർട്ടി സംഘടനാ നടപടി പോലെയല്ല. ഇവിടെ ഒരുപക്ഷെ പ്രസംഗിച്ചിട്ടുണ്ടാവുക പരമാവധി പണിഷ്മെൻ്റ് എടുക്കണം, അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കി കളയണം, ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഒരാളാണ് എന്ന മട്ടിൽ അദ്ദേഹത്തെക്കുറിച്ച് പലരും പറഞ്ഞുവെന്നാണ്. അപ്പോൾ ചിന്താചരം അതിനെ നിഷേധിക്കുകയാണ്. പക്ഷെ നിഷേധിച്ചാലും 2012 തിരുവനന്തപുരം സമ്മേളനത്തിലാണ് ആദ്യം ഇത് ഉയർന്നു വരുന്നത്. M. സ്വരാജ് അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പ്രസംഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നിഷേധിക്കുന്നു പല ആളുകളും. പക്ഷേ അന്നത്തെ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ അവസാനിക്കുമ്പോൾ എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തരണമെന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് VS ആ പരാമർശം. അദ്ദേഹം പിന്നെ പാർട്ടി ശത്രുക്കൾക്ക് എന്ന മേമ്പൊടി ചേർത്താണ് അത് പറയുന്നതെങ്കിലും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സമ്മേളനത്തിൽ ഉയർന്നു വന്ന വിമർശനത്തെ VS തന്നെ അംഗീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ വ്യക്തതപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ആലപ്പുഴ സമ്മേളനത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചിന്തോചരം പറയുന്നു. പിന്നെ ആലപ്പുഴ സമ്മേളനത്തിന് എന്തിനാണ് VS ഇറങ്ങിപ്പോയത്? CPM-ൻ്റെ ചരിത്രത്തിൽ VS-നെ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. ദേശീയ നേതൃത്വം പോലും അദ്ദേഹത്തോട് കോംപ്രമൈസും ശ്രമിച്ചു, തിരിച്ചു വന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അധിക്ഷേപത്തിൻ്റെ അങ്ങേത്തലയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയ സമ്മേളനം പാർട്ടിയുടെ വർക്കിംഗ് റിപ്പോർട്ടിൽ ആകമാനം, പ്രവർത്തന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അവതരിപ്പിച്ച് വായിക്കുന്ന റിപ്പോർട്ടിൽ ആകമാനം VS-നെ കടത്തി വിമർശിക്കാനും അധിക്ഷേപിക്കാനുള്ള വാക്കുകൾ കുത്തി നിറച്ചിരിക്കുന്നു. അത് സഹിക്കാൻ വയ്യാതാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. പിന്നെ പ്രതിനിധി ചർച്ചകൾ വരുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് പ്രതിനിധികളെന്ന് പറയുന്നത് മുഴുവൻ VS-നെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആലപ്പുഴയിൽ നിന്ന് ഉള്ള ഇപ്പോൾ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകർ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തെ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്ന വേശ്യാലയത്തിൻ്റെ കാവൽക്കാരനെന്ന് പോലും ഒരാൾ ആക്ഷേപിച്ചുവെന്ന്. അത് കടന്നുപോയപ്പോഴാണ്. എവിടെയാണ് നടക്കുന്ന ഈ സമ്മേളനം? ആലപ്പുഴയിലാണ്. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത, പാർട്ടി ഉണ്ടാക്കി തുടങ്ങിയ ഒരു സ്ഥലത്തുമാണ് ഇത് കേൾക്കുന്ന ഓർക്കണം. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്തത്.
ആ സമ്മേളനത്തിൻ്റെ അവസാനം എന്താണ്? ഇപ്പോൾ അകത്ത് നടന്നതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്ന് വെക്കാം. നമ്മൾ ഈ പറയുന്നത് മൊത്തം സ്പെക്കുലേഷൻസ് ആണ്, കഥകളാണ് എന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് വിമർശിക്കാം. സിൻഡിക്കേറ്റ് അത് ഈ സമ്മേളനം കഴിഞ്ഞ് വി എസ് ഇറങ്ങിപ്പോയല്ലോ. അതിനുശേഷം ഈ സമ്മേളനം കഴിഞ്ഞിട്ട് പൊതുസമ്മേളനത്തിൽ പിണറായി വിജയൻ പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ പിണറായി വിജയൻ പറയുന്നു, ഇപ്പോൾ വി എസ് എല്ലാ അഭിമുഖത്തിലും പറയും അദ്ദേഹത്തിൻ്റെ കാലിൽ ബാനറ്റ് കുത്തിക്കയറ്റിയല്ലോ. ആ ബാനറ്റ് കുത്തിക്കയറ്റിയ സംഭവത്തെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. രക്തസാക്ഷികളുടെ ത്യാഗമാണ് വലിയ ത്യാഗം, അല്ലാതെ ചെറിയ ആളുകൾ കാലിലെന്തോ കമ്പ് കൊണ്ടു എന്തോ കൊമ്പ് കൊണ്ടു എന്ന മട്ടിൽ നടക്കുന്നുണ്ട്, അതൊന്നും ഒരു ത്യാഗമല്ല എന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ സമരജീവിതത്തെ കടത്തി ആക്ഷേപിക്കുന്നു പരസ്യമായി. വേറെയും കുറേ വാചകങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്പെഷ്യൽ എഡിഷനിൽ പറഞ്ഞപ്പോൾ അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞതിന് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അനിൽകുമാർ അദ്ദേഹം എന്നെ ഞാൻ വസ്തുത ഇല്ലാത്ത കാര്യം പറഞ്ഞു വെല്ലുവിളിച്ചുകൊണ്ട് പോസ്റ്റിട്ടുണ്ട്. ഞാനൊരു മറുപടി പറഞ്ഞില്ല, പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. VS മരിച്ച ദിവസമാണ്. പക്ഷേ ഇത് നമുക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ സമരജീവിതത്തെ, അദ്ദേഹം പുന്നപ്രവലാറിലടക്കം എടുത്തിട്ടുള്ള വലിയ നിലപാടുകളുടെ സമരത്തിൻ്റെ ത്യാഗസ്മരണകൾ ഇപ്പോൾ CPM-മാർ പങ്കുവെക്കുന്ന കാര്യം പറയുമ്പോഴാണ് CPIM-ൻ്റെ PB അംഗമായ പിണറായി വിജയൻ അന്നത്തെ സമ്മേളനം കഴിഞ്ഞ് പൊതുവേദിയിൽ പറയാണ്, കാലിൽ കമ്പ് കൊണ്ടൊന്നും വലിയ ത്യാഗമൊന്നും അല്ല, അതിനേക്കാൾ വലിയ ത്യാഗം സഹിച്ച ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് VS-നെ അവമതിക്കുകയാണ്. ആ സമ്മേളനത്തിന് ടോട്ടൽ ക്യാരക്ടർ എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആളുകൾ പിന്നെ വേറൊന്നുണ്ട്. ഇപ്പോൾ CN മോഹൻ്റെ കാര്യം മുതൽ ഇങ്ങോട്ട് എടുക്കൂ, VS-നെ ആക്ഷേപിച്ചു എന്നതിൻ്റെ പേരിൽ വാർത്തകളിൽ ഇടം നേടിയ ആളുകൾ, M സ്വരാജിൻ്റെ കാര്യം, ചിന്താ ജെറോമിൻ്റെ കാര്യം, ഇവരൊക്കെ പിന്നീട് വലിയ പദവികളാൽ റിവാർഡ് ചെയ്യപ്പെടുന്ന കണ്ടു. അപ്പോൾ വളരെ ഉയർന്നല്ലോ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായും വളരാം. അങ്ങനെയല്ല, അവരാരും ഏതെങ്കിലും നിലയ്ക്ക് റിവാർഡ് ചെയ്യപ്പെടുകയോ ഉയരുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. CN മോഹൻ മീണ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്, അപ്പോൾ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതി VS-ന് കൊടുക്കണം എന്ന് കുറേ ആളുകൾ പ്രസംഗിക്കാതിരുന്നു എന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് VS-ന് അവർ നൽകിക്കഴിഞ്ഞിരുന്നു. കാരണം എന്താണ്? നോക്കൂ, VS അച്യുതാനന്ദനെ സമ്പൂർണ്ണമായും പാർട്ടിയിൽ ഒറ്റപ്പെടുത്തി. ഇന്നലെ സുരേഷ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി സംസാരിക്കും പറയാണ്, ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്പ്പാക്കു പറയുന്ന പലരും VS-ന് അടുത്തു വരാൻ ഭയപ്പെട്ടവരാണ്. സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, വ്യക്തിപരമായി പറയായിരുന്നു, അദ്ദേഹം VS-നോട് ഇഷ്ടമാണ്, VS പങ്കെടുക്കുന്ന പരിപാടികൾക്ക് എന്തുമാത്രം ജനമാണ്, പക്ഷെ അടുത്ത് വരാൻ ഒരു വാക്കും മിണ്ടാൻ ഭയമായിരുന്നു. കാരണം അത് മറ്റു ചില ആളുകൾ മണത്തറിയും, അതിൻ്റെ പേരിൽ എന്താ പറയുന്നത്, വിരോധ സമീപനം ഉണ്ടാവും. അപ്പോൾ VS അച്യുതാനന്ദനെ എല്ലാ വാതിലും പാർട്ടി അടച്ചു. അദ്ദേഹത്തിന് ഇടപെടാൻ പാർട്ടിയുമായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു ജൈവിക ബന്ധം പാർട്ടിയുമായി അദ്ദേഹത്തിനൊരു ടെക്നിക്കൽ ബന്ധമായിരുന്നു. ഞാൻ അത്രയും പറയും. കാരണം എന്താണ്? ആരായിരുന്നു അദ്ദേഹത്തിനോട് സംസാരിക്കാനുണ്ടായിരുന്നത്? ആരോടാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടായിരുന്നത്? അദ്ദേഹത്തിന് സംസാരിക്കാൻ പാർട്ടിയിൽ ഒരു വിൻഡോയും ഇല്ല, വ്യക്തികളുമില്ല, ഒന്നുമില്ല. എവിടെ കമ്മിറ്റി കൂടിയാലും VS-നെ ആക്ഷേപിക്കുക, VS-മായി മിണ്ടാൻ പാടില്ല, VS-ൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളെ മുഴുവൻ നടപടിയെടുത്ത് പുറത്താക്കുക. കംപ്ലീറ്റ് അരിഞ്ഞ് ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. പുറത്താക്കിയാൽ അത് ജനങ്ങൾ ഇളകുമെന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു ഗൗരിയമ്മയോ MVR-ഓ ആയിട്ട് മാറിയില്ല. VS അതിനകത്ത് നിന്നു, ടെക്നിക്കലി മാത്രം. ജൈവികമായി അദ്ദേഹത്തെ ആ പാർട്ടി അത് മനസ്സിലാവുന്ന ഒരു ഘട്ടത്തിലാണ് VS എന്ത് ചെയ്യുന്നത്? ഒരു കാലം പുറത്ത് വെച്ച് ജനങ്ങളെ അണിനിരത്തി പാർട്ടിക്കകത്ത് അദ്ദേഹം ഒരു പോരാട്ടം നയിക്കുന്നു. അദ്ദേഹം പുറത്തുപോയി വേറെ പാർട്ടി ഉണ്ടാക്കാനും പുതിയ പരീക്ഷണങ്ങളിലൊക്കെ പോയില്ല. അതുണ്ടാക്കുന്ന അപകടം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം പിന്നീട് ചെയ്തത് പാർട്ടിക്കകത്ത് തൻ്റെ ഒരു ശേഷി വർദ്ധിപ്പിക്കുക, അങ്ങനെ ഏറ്റുമുട്ടുക എന്നല്ല, മറിച്ച് ഇപ്പുറത്തേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ജനങ്ങളുടെ വിശ്വാസം നേടിക്കൊണ്ടും പാർട്ടിയോട് ആ നിലയിൽ എൻഗേജ് ചെയ്യാനൊരു സമീപനം അദ്ദേഹം എടുത്തു. അതിന് പാർട്ടിക്കകത്തായിരുന്നില്ല. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി പിന്നെ പിണറായി വിജയൻ അധികാരത്തിൽ വരികയും അതിനുശേഷം അദ്ദേഹത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനൊക്കെ ആക്കി ആ പ്രശ്നം അതിൻ്റെ ഒരു ബഹളം അടക്കി കഴിഞ്ഞുവെങ്കിലും VS നന്നായി വേദനിച്ചിട്ടുണ്ട്. ഈ ചെറുവാല്യക്കാരായ ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ ആക്ഷേപിച്ച് വർത്തമാനം പറയുക. VS-നെ പോലെ ഒരാൾക്കെതിരെ നടപടിയെടുക്കണം, VS പാർട്ടിയുടെ ശത്രുവാണെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരാ പാർട്ടിക്കകത്തുണ്ട്? M സ്വരാജിന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ചിന്താ ജെറോമിന് പറയാൻ പറ്റുമോ? വേറെ ആർക്ക് കഴിയും? കാരണം അദ്ദേഹം ഏറ്റവും അവസാനത്തെ ആളാണ് മരിച്ചുപോയത്. പാർട്ടി ഉണ്ടാക്കിയ ആൾ, ഇത്രയും 101 വയസ്സ് ജീവിച്ച ഒരാൾ, കേരളം ഉണ്ടാക്കുന്നത് കണ്ടയാൾ, പാർട്ടി ഉണ്ടായത് കണ്ടയാൾ, അതിൻ്റെ ഉയർച്ച താഴ്ചകൾ കണ്ടയാൾ, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് അദ്ദേഹം പണിയെടുത്തുണ്ടാക്കിയ പാർട്ടി അദ്ദേഹത്തെ സമ്പൂർണ്ണമായും ജൈവികമായി ഒറ്റപ്പെടുത്തിയ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകിയ ശേഷമാണ് അദ്ദേഹം മരിച്ചുപോയെന്ന് നമുക്ക് അർത്ഥി കാണാം. പുറത്താക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇടപെടാനൊന്നും ഒരു മേശയും കസേരയും സത്യത്തിൽ അതിനകത്ത് ഉണ്ടായില്ല എന്ന് കാണണം. ഒരു പോയിന്റ് അവസാനം പറയാനുള്ളത്, ഇതൊക്കെ പറയുമ്പോൾ CPM-ൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കി അതിനകത്ത് ആഭ്യന്തരമായ പല ശക്തി യുദ്ധങ്ങൾ കാണാം. ഒരു വശത്ത് VS ഉണ്ടായിരുന്നു. ഇതിന് മുമ്പുണ്ടായിരുന്ന യുദ്ധം എന്താണ്? CI2 നിരയെ കംപ്ലീറ്റ് വെട്ടി നിർത്താൻ VS-ഉം പിണറായി വിജയനും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു പോരാട്ടമുണ്ട്. CI2 എന്ന് പറയുന്ന സംവിധാനം, അതിൻ്റെ പവറും CPM-നകത്ത് ഇല്ലാതായി പോയത് എങ്ങനെയാണ്? അത് നാമമാത്രമായത് എങ്ങനെയാണ്? VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രതികാരദാഹിയായിട്ടുള്ള ഒരു തേരോട്ടം നടത്തിയപ്പോൾ ഇല്ലാതായി പോയതാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇത്തരം ആഭ്യന്തര സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വിജയിയായിരുന്നത് VS ആയിരുന്നു, ഇപ്പുറത്ത് VS പരാജയപ്പെട്ടു. അങ്ങനെ നോക്കിയാൽ ഓരോ എപ്പിസോഡായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നതും കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ VS അച്യുതാനന്ദനോട് ഇപ്പം വലിയ മഹത്വാക്കൾ പറയുന്ന ആളുകൾ പലരും VS-നോട് മിണ്ടാൻ ഭയപ്പെട്ടവരോ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ചൊരിഞ്ഞ് റിവാർഡ് ചെയ്യപ്പെട്ടവരോ ഒക്കെയാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പണിയെടുത്തവരാണ് എന്ന യാഥാർത്ഥ്യം VS അച്യുതാനന്ദൻ്റെ സംഘടനാ ചരിത്രത്തോടൊപ്പം അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. അത് നിരാകരിക്കാൻ കഴിയുന്ന ഒന്നല്ല.
എന്തായാലും വി എസിനെ വേദനിപ്പിച്ചവരോട് കാലം കണക്ക് ചോദിക്കുമെന്ന് വിശ്വസിക്കുന്ന നേതാക്കളും സഖാക്കളും ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.